ധർമ്മസലയിൽ ഇന്നും വനമേഖലയിൽ പരിശോധന നടത്താൻ ഒരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. ഇന്നലെ കണ്ടെത്തിയ 13 സ്ഥാനങ്ങൾക്ക് പുറമെയാണ് ഇത്. ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കി അതാത് സ്ഥലങ്ങൾ കുഴിച്ച് പരിശോധിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. സാരംഗ് ചേരുന്ന വിവരങ്ങളുമായി. സാരംഗ്, ഇനി ഏത് തരത്തിലായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോവുക? എങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ? നേത്രാവതി പുഴക്കരയിൽ നിന്ന് കൂടുതൽ ഇടങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ടേക്ക് പോകുന്നത്. ഇന്ന് സാക്ഷിയുമായി ഈ മുൻ ശുചീകരണ തൊഴിലാളിയുമായി വനമേഖലയിലും അതുപോലെ തന്നെ നദിക്കരയിലും ഉള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനം. ഇവരോടൊപ്പം തന്നെ ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ ഒരു പ്രത്യേക സംഘം തന്നെ ഇവരോടൊപ്പമുണ്ട്. അവരവിടെ നിന്ന് മണ്ണും മറ്റ് വസ്തുക്കളൊക്കെ തന്നെ പരിശോധനയ്ക്ക് എടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയായ ശേഷമായിരിക്കും ഇനി മുന്നോട്ടേക്കുള്ള നടപടികളിൽ കൃത്യമായ ഒരു വ്യക്തത വരിക. അതിനുശേഷം ഒരുപക്ഷെ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്കായിരിക്കും കടക്കുക. അതിനുശേഷം പിന്നീട് അവിടെ കുഴിച്ച് പരിശോധിക്കാനുള്ള സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടതായുണ്ട്. ഇപ്പോൾ ഈ കാണിച്ച 13 ഇടങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ ഒന്നിലധികം മൃതശരീരങ്ങൾ കുഴിച്ചിട്ടുണ്ടാവാമെന്നുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇനി ആ ഒരു മേഖലയിലേക്ക്, കാരണം ആദ്യഘട്ടത്തിൽ ഇയാൾ പറഞ്ഞിരുന്ന സാക്ഷിമൊഴിയെ കൂടുതൽ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ അതിന് സമാനമായ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ തന്നെ ആ പരിസരത്ത് നിന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ടേക്ക് പോകുന്നത്. മോത്തി. ശരി, സാരംഗാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.